നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരുടെ പ്രവർത്തനം പകരം വയ്ക്കാനില്ലാത്ത മാതൃകാപരമാണെന്നും വർഷങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ താൽക്കാലികക്കാരായി ജോലി ചെയ്യുന്ന ഇവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പി അബ്ദുൽ ഹമീദ് MLA. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കേരള പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സംഗമവും ആദരിക്കലും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വന്നാലും നിപ വന്നാലും പ്രതിസന്ധികളെ തരണം ചെയ്ത് പരിചരണം ആവശ്യമുള്ള കിടപ്പ് രോഗികളോട് ഏറെ അടുത്ത് ഇടപഴകുകയും ചികിത്സ നൽകുകയും ചെയ്യുന്ന ഇവരെ സർക്കാർ ജീവനക്കാരായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കുറഞ്ഞ വേതനവും മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരുടെ വിഷയം അടുത്ത നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുവഴി നിങ്ങൾക്ക് തന്നെ രോഗത്തിന് സാധ്യതയുണ്ട്. ഈ പകർച്ചവ്യാധിയാണെങ്കിലും അതാണ് എന്ന് നോക്കിക്കൂടെ നിങ്ങളവിടെ ചെല്ലാതിരിക്കുന്നില്ല, അടുക്കാതിരിക്കുന്നില്ല, രോഗിയെ പരിചരിക്കാതിരിക്കുന്നില്ല, ശുശ്രൂഷിക്കാതിരിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഒരു കണ്ണ് നിങ്ങൾക്ക് വരില്ല. ഇതുപോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കയ്യിലെടുക്കേണ്ടത്. ഇതുപോലെയുള്ള ആൾക്കാർ വരെ അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം പറഞ്ഞല്ലോ, നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് വരണ്ട. ESI ആനുകൂല്യമില്ല, PF ഇല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് നിയമസഭക്കകത്തൊക്കെ ഈ വിഷയം ഉന്നയിച്ചതാണ്. ഞാൻ മാർച്ച് 31 വരെ അസംബ്ലിയുണ്ട്. ഏകദേശം 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നിയമസഭ. മിക്കവാറും ഒരു അവസാനത്തെ അസംബ്ലി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നിയമസഭക്കകത്തും നിങ്ങളുടെ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കാൻ ഞങ്ങളൊക്കെ ശ്രമിക്കും. യാതൊരു സംശയവും വേണ്ട. നമ്മൾ ചെയ്യാനുള്ള ഇവിടെ പറയാതെ ചെയ്യാൻ തയ്യാറാവും. ഇതൊന്നും ഇല്ലാതെ വിചാരിക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ പറ്റില്ല ആൾക്കാർ. ഞാൻ പറഞ്ഞ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ആൾക്കാർ, ഇത്തരം വിഷയങ്ങൾ നമുക്ക് മുഖത്തിരിക്കാൻ പറ്റും. നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത്രത്തോളം മാതൃകാപരമാണ്. പൊതുസമൂഹത്തിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വർഷങ്ങളായി 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ടപ്പെട്ട ജീവിതം, ഒന്ന് അനങ്ങാൻ സാധിക്കുന്നില്ല, സംസാരശേഷിയില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, അതൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ ആളില്ല. അവരെ സാന്ത്വന സന്ദേശവുമായിട്ട് നിങ്ങൾ അവിടെ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ല ഏതാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ പാലിയേറ്റീവ്. തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാർ പങ്കെടുത്തു. പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ കേരള ചെയർമാൻ അഷ്റഫ് കളത്തിക്കൽപ്പാറ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് നഴ്സുമാർക്കുള്ള ഉപഹാര സമർപ്പണം പി അബ്ദുൽ ഹമീദ് MLAയും മൊമെന്റോ ഡോക്ടർ കബീർ മച്ചഞ്ചേരിയും നിർവഹിച്ചു. തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ, തിരൂരങ്ങാടി മുനിസിപ്പൽ ആരോഗ്യ ചെയർമാൻ CP ഇസ്മായിൽ, ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ, JCI കുന്നുംപുറം ഭാരവാഹികളായ അബ്ദുറഹീം പൂക്കത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി സുനിത TP സ്വാഗതവും ട്രഷറർ സജന തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.